ഹായ്, ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അമ്മയ്ക്കാണ് സംസാരിക്കാൻ ഭയങ്കര ലൈക്ക് അമ്മയ്ക്ക് മടിയാ സംസാരിക്കാൻ. അമ്മയ്ക്ക് ക്യാമറ മുന്നിൽ വന്ന് സംസാരിക്കാൻ ഭയങ്കര മടിയാ. അപ്പം അമ്മയ്ക്ക് എന്താ സംസാരിക്കണമല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് പറ, ഇത് പറ, ഇത് പറ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചെയ്യത്തുമില്ല. മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞപ്പം അങ്ങനെ വേണ്ട അമ്മ പോരാ പറ. എങ്ങുണ്ട് നമ്മുടെ മദേഴ്സ് ഡേ? ഇങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലായിരുന്നോ? വീട്ടിൽ പണിയൊന്നും ചെയ്തില്ലല്ലോ. ഇന്ന് വീട്ടിലെ പണികൾ മൊത്തം എന്റെ മോനാ ചെയ്തത്. അതെ, ഞാനൊന്ന് ഫുള്ള് ചെയ്ത് അമ്മയോട് ഇരിപ്പിക്കുകയായിരുന്നു. ചെയ്യാ നമ്മളെ കൊണ്ട് ഇന്നത്തെ അവസ്ഥയിലല്ലോ. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതെ, എനിക്ക് വിശ്രമമായി. അതെ ഇതുവരെ അതെ, നമ്മുടെ മുഖത്താ തെളിച്ചോണ്ട് ആ പുഞ്ചിരിയിൽ അത് കാണുന്നു. നേരെ സിന്ദൂരം വരെ ഒഴിച്ചിവിടെ ഇറങ്ങി. ആ വിശ്രമത്തിന്റെയാ. അങ്ങനെ ഇപ്പോണ്ട് കാണണ്ട്. പറയത്തില്ലല്ലോ. അല്ല, അന്നൊക്കെ ഇതില്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. ഇത്രയൊന്നും ഇല്ലല്ലോ, അന്നില്ലല്ലോ ഇതൊന്നും. അമ്മയുടെ പോലും പറയാൻ കാണത്തില്ല മനസ്സിലായില്ല. എന്നോട് ഇപ്പഴല്ലേ നിങ്ങൾ പറയുന്നേ. പിന്നെന്തുവാ, രാവിലെ എന്റെ മോൻ മൂത്തവൻ വിളിച്ചു പറഞ്ഞു. ജോലിയുള്ളവർക്ക് പോലെ നമ്മളൊക്കെ പറഞ്ഞ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് നമ്മുടെ കോളം നോക്കിയോ, തലമുടി ആക്കി നോക്കിയേ. എന്തുവാ ഇത്? ക്യാമറ നോക്കിയാൽ കറക്റ്റ് അറിയാം നമ്മുടെ കോലം. ഞാനൊരു ഇതന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ പലപ്പോഴും വീട്ടിൽ ക്യാമറ ഫ്രണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഉണ്ടല്ലോ മുടി വെട്ടാറായി. എന്റെ അമ്മയുടെ മുടി സെയിമാ, കേളി ഹെയർ കണ്ടോ? അമ്മയുടെ തുറന്നം പിടിച്ച് കയറും, എന്റെ നല്ല ഹെയർ കണ്ടോ? ഉണ്ടോ? ഞങ്ങളെ വിഷയമാണ്. അത് പിന്നെ കിരീടമല്ല, അത് എന്തോ ഇരിക്കുന്നേ, ഞാൻ ഇരിക്കുന്നേ എന്തോ ശോകമാ. അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊരു വിശേഷം? മദേഴ്സ് ഡേ ഒക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കണം വെച്ചിരുന്ന, പക്ഷെ വീട് പണിയും സംഭവമൊക്കെ ആയതുകൊണ്ടേ ഇടാൻ പറ്റില്ല. നമ്മൾ വീട് പണിയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്യണമല്ലോ, വ്ളോഗ്. ഞാൻ എന്നും വിചാരിക്കും ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന്, പിന്നെ ഞാൻ സമയമില്ല, തിരക്കായി പോകും. അങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ അമ്മ? അമ്മയ്ക്ക് പിന്നെ ക്യാമറ മുന്നിൽ വരാനേ മടിയാ, അമ്മയ്ക്ക് വീഡിയോ ചെയ്യാനേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വീഡിയോ കുറവല്ലേ, ഭയങ്കര ശോകം ക്യാമറ മുന്നിൽ വരാൻ. ഇത്രത്തോളം ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാൾ. പണ്ട് നമ്മൾ ഈ ചാനലിലത്തെ വീഡിയോയിലത്ത് ചെടികളൊക്കെ ഇട്ടുണ്ട്, ആ ചെടികളൊക്കെ മാറി നമ്മൾ പണിയായതുകൊണ്ട് കണ്ട നമ്മളെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മൾ വീട് പണിയാണ്, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അമ്മയുടെ ചെടിയെല്ലാം ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. വിഷമം ഇപ്പം അമ്മയ്ക്ക്, ചെടികളൊക്കെ കാട്ടിലും അങ്ങ് പോയതാണ് വിഷമോ. അമ്മയ്ക്ക് ചെടിയൊന്നും വിടാൻ പറ്റുന്നില്ല. ഇപ്പൊ ചെടിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാമ്പൊക്കെ ചെടിയത്ത് കയറി നിൽക്കുന്നുണ്ട്, എടുത്ത് കളയാണെന്ന്. അന്നോട്ട് വിഷമമാണ്. നിങ്ങൾക്ക് എന്നെ പോലെ മുടി വേണോ? നിങ്ങൾക്ക് എന്നെ പോലെ മുടി വേണമെങ്കിൽ ഞാൻ ഏത് എണ്ണയാ തേക്കുന്നേ? ഇതുപോലെ മുടി കണ്ടോ, ചുരുളത്തില്ല, തിക്നെസ്സിൽ വളരും. ഇതേ നല്ല എണ്ണ, നല്ല കാച്ചെണ്ണ, നല്ല ഇടുക്കാച്ചി. ഞാൻ പറഞ്ഞുതരാം, അത് ഞാനാണ് ഉണ്ടാക്കുന്നത്, അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ ഇവന് ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും ഇല്ല. എന്തിന്റെ മുടി ഉണ്ടാക്കുന്നതിന്റെ? മുടിയുടെ ക്രെഡിറ്റും അവനാ. മുടി എന്റെ മുടി, പിന്നെ എന്റെ കെട്ടല്ല, പിന്നെ അമ്മയുടെ കെട്ടാണ്. എന്തോ മണ്ടിയാ മണ്ടത്തിനെ പറഞ്ഞ എണ്ണയല്ലയോ നിന്റെ ഈ മുടിയുടെ? അങ്ങനെ പിന്നെ പൊക്കം ഇറങ്ങി. എന്റെ മുടിയുടെ രഹസ്യം എന്റെ എണ്ണയാ. സംസാരിക്കാത്ത ടീമൊക്കെയാ. പണ്ടേ വ്ളോഗ് എടുക്കണം വെച്ചിരുന്നു, പക്ഷേ ഈ ടീം സംസാരിക്കത്തില്ല. വ്ളോഗർ ഡെയിലി സംസാരിക്കണം, നമുക്ക് ആൾക്കാരുടെ പല കാര്യങ്ങളും പറയാം. അമ്മ ഇപ്പൊ ഞാൻ വീട് എടുക്കാൻ അമ്മ പറയാ, എന്തേലും പറഞ്ഞതാ ചെയ്യാം. റംബൂട്ടാൻ പിന്നെ റംബൂട്ടാനല്ല, പിന്നെ ചക്ക ഉണ്ടാവും ഈ വർഷം നിറച്ച്. ഒരു വേറൊരെണ്ണത്തേലും ഉണ്ടായി, അത് വെട്ടണമെന്ന് വിചാരിച്ചപ്പോ അതിലും ഉണ്ടായി. എല്ലാത്തിലും ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഒരു സാധനം കാണിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്ത ഓമയുടെ അരി, ആ ഓമയ്ക്കാട് അരി വീണ ഒരു ഓമയ്ക്കാട് അരി നമ്മളൊരു വീഡിയോ ചെടി കളിപ്പിക്കുന്ന ഓമയ്ക്ക ആ ചെടി അപ്പുറത്തും ഇല്ല. പിന്നെ ഓമയ്ക്കായേ ഇതിനകത്ത് നമ്മൾ കാണിച്ചായിരുന്നല്ലോ. എനിക്കില്ല.
റെഡ് ചുമന്ന ഓമിക്ക. അത് വീഡിയോ അല്ലായിരുന്നു അമ്മ, ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പുറത്ത് അവരുടെ അമ്മ പിടിച്ചോ. അതാണിത്, ഇതാണോ വെട്ടിക്കണ്ട സമയം കഴിഞ്ഞോ? അതെല്ലാം വീടിന്റെ സൈഡാ. നമ്മളിവിടെ ഒന്നും വയ്ക്കാൻ പാടില്ല, നമ്മളെല്ലാം എടുത്ത് കളഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടൊന്നും കാണാത്ത. അപ്പോൾ ലോങ് വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അമ്മ ഒന്നും മിണ്ടത്തില്ല, ഞാൻ തന്നെ ഇങ്ങനെ ചോട്ടിക്കണം. അമ്മ ഇങ്ങനെ ഇന്നലെ പറയാ, അമ്മയുടെ മുഖം കാണാനല്ലേ ഇരിക്കുന്നേ. ഷോർട്ടിനകത്ത് അഭിനയത്തിൽ, ഷോർട്ടിനകത്തൊക്കെ എന്തോ അഭിനയം, റിയൽ ലൈഫ് ഇത് കണ്ടോ എന്തോരം കഷ്ടപ്പാടറിയാമോ ഇവരെ കൊണ്ട് വീഡിയോ കഴിക്കാൻ. അത് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ തന്നെ വ്ളോഗിൽ വന്ന് സംസാരിക്കണം പറഞ്ഞപ്പം എന്താണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് പറഞ്ഞു താ. ഈ കാണുന്നവർക്കറിയാം എത്രത്തോളം കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന്. ഇങ്ങനെ ഇരുന്നിരുന്ന് ബോർഡിക്കത്തേ ഉള്ളൂ, അത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങൾ കാണുന്നത് നിങ്ങളിങ്ങനെ. അപ്പൊ ഒന്നും പറയല്ല. ഹാപ്പി മദേഴ്സ് ഡേ. അപ്പം അടുത്ത വീഡിയോ കാണാം. കൊതുകുത്തു ഞങ്ങളുടെ ഏരിയ ഭയങ്കര, ഞങ്ങളുടെ ഏരിയ കാണിച്ചാൽ വേണ്ട റബ്ബർ തോട്ടങ്ങളൊക്കെയാ. അപ്പൊ പിന്നെ കൊതുകുത്തു. അപ്പൊ കാണിക്ക് ഇത്രേ ഉള്ളൂ. മരത്തിനെ ഉണ്ടല്ലോ എല്ലാ കോവയ്ക്കല്ലേ. ഇവിടെ കോവയ്ക്കൊക്കെ പെട്ടെന്നുണ്ടാവും. കോവയ്ക്ക, ഓമയ്ക്ക, പിന്നെ മുരിങ്ങയ്ക്ക, വളക്കൂറുള്ള മണ്ണായുണ്ട്. ഇത് തലയുടെ അകത്ത് മൊത്തം വളക്കൂറുള്ള മണ്ണായുണ്ട്, തലയുടെ അകത്ത് മൂടി അടിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. കാരണം ഇത് അടുത്ത വീഡിയോ ഞാൻ പ്രിപ്പയർ ആക്കി പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചിട്ടും എടുത്താം അല്ലേ. അപ്പം എടുക്കാം.